ആൾക്കാർ അത്യാവശ്യം വന്നിട്ടുണ്ട്. ക്യൂ എന്ന് പറയാനൊന്നും കാര്യമൊന്നുമില്ല. നമ്മളിതാ ഇപ്പോൾ ഇവിടെ ടിക്കറ്റൊക്കെ എടുത്ത് കയറിയിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടർ ഇവിടെയായിരുന്നു. ഒരാൾ ടിക്കറ്റിന് 25, നമ്മൾ 4 പേരായിരുന്നു. ഇതൊക്കെ പണ്ടത്തെ കിടങ്ങുകളാണ്. അത് കോട്ടയിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി മുന്നേ ചെയ്യുന്ന കിടങ്ങുകൾ. ഇവിടെ പോലീസുകാരൊക്കെ ഉണ്ട്. അവർക്ക് നടന്നു വഴിക്ക് പോകുന്നത് കുറേ ആൾക്കാരാണ്. കൊടി കാണുമ്പോൾ നമുക്ക് തോന്നുന്ന സാധാരണക്കാരൻ ഒരു മലയാളിക്ക് തോന്നുന്ന വികാരമാണത്. എന്നിട്ട് നമ്മൾ തച്ചോളി ഉദയനം പോലെ സിനിമ കാണാം. ഈ കോട്ടയ്ക്ക് ഈസി ആയിട്ട് കയറുന്നത് കണ്ടിട്ടില്ലേ? പീരങ്കിയൊക്കെ ഉണ്ട് കേട്ടോ. പീരങ്കി ഇതൊക്കെ വെറുതെ കാണിക്കാൻ വേണ്ടി വെച്ചല്ലോ. ഇതിന്റെ ബാക്കി സാധനങ്ങളൊന്നും ഇല്ല. ഒരു കുഴൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. 2 സൈഡിൽ പീരങ്കി. ഹാർബറിന്റെ ഒരു ബ്ലോക്കാണ്. ആ സമയത്തുള്ള ഡോമുള്ള ഇതൊക്കെ നോക്കി സൂക്ഷിക്കുന്നു കേട്ടോ. ഇതൊന്നൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇതൊക്കെ വിശ്രമിക്കാനുള്ളതാണോ? 2 സൈഡിലും കോട്ടയുടെ ഉള്ളിൽ കയറാനുള്ള ഒരു വഴിയാണ്. ഒരു ബദാം തൈയൊക്കെ ഉണ്ട്. നടന്ന് കുറെ കാണാനായിട്ടുണ്ട് താനും ഇവിടെ. സിദ്ധാർത്ഥ അതിൽ കയറി തുറങ്കിൽ അടക്കണ പോലെ ഇരിക്കണോ? വേണ്ടല്ലേ? അത് തുരുമ്പ് പിടിക്കും. ഇതെന്തിനാ ഇങ്ങനെ സീറ്റിംഗ് എന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എന്തായാലും വേസ്റ്റ് ആയിട്ടോ. അതായത് മര്യാദയ്ക്ക് നോക്കിയിരുന്നാലും ഒക്കെയാണ്. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, നല്ല ചൂടുണ്ട് കണ്ണൂർ. തൃശ്ശൂരിനെ സംബന്ധിച്ച് കണ്ണൂരാണ് കുറച്ച് ചൂടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൾക്കാരുണ്ട്. ഞാവൽപ്പഴത്തിന്റെ മരമാണ്. ഞാവൽപ്പഴം പോലും ഇല്ല. അവിടെയൊക്കെ എന്തെന്നോ ഉണ്ട്. നമ്മളവിടെ എത്തുമ്പോഴേക്കും കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. കുറച്ചു കാലം മുന്നേ ഇവിടുത്തെ എന്താ ഓക്കെ, കുറച്ചു കാലം മുന്നേ പീരങ്കീൻ്റെ ഉണ്ട കിട്ടിയെന്ന് പോലും ഇവിടുന്ന്. രസമുണ്ട്. നല്ല തണലുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒത്തിരിയും മരങ്ങളുണ്ട് ഇവിടെ. തേക്കുണ്ട്, പുളിയുണ്ട്, പിന്നെ മറ്റേ ഒരു കാറ്റാടി മരം ഉണ്ട്, ബദാമിൻ്റെ ഉണ്ട്, കശുമാവിൻ്റെ ഉണ്ട്, പേരാല് അല്ലേ അതിൻ്റെ, മാവുണ്ട്, പേരക്കുണ്ട്, എന്തെല്ലോ മരങ്ങളുണ്ട് ഇവിടെ. പണ്ട് ഇവിടെയൊക്കെ കിടങ്ങിലൊക്കെ കുറച്ച് മുതലുണ്ടായിരുന്നു കേട്ടിട്ടുണ്ട്. അത് ഈ കിടങ്ങ് തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ത്രിമേരിയൊക്കെ ടോയ്ലറ്റൊക്കെ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. എന്തെന്നാ ഈ മരമൊക്കെ എത്ര വർഷം പഴക്കണ്ട്. കാറ്റാടി മരമാണ് കേട്ടോ. അതിൻ്റെ ഒരു ഇത് നോക്ക്. ഇവിടെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട്, ഒരു കുഴി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഇത് പണ്ട് പറയുന്നത് ഈ തുരങ്കം, ഇത് ചെറിയൊരു ഹോള് കാണുന്നുണ്ട് ഇവിടെ. അതിലിറങ്ങിക്കഴിഞ്ഞാൽ തലശ്ശേരി കോട്ടയിലേക്ക് എത്താൻ പറ്റുമെന്നാണ് ഇപ്പോൾ ഇവർ പറയണത്. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. സത്യാവസ്ഥ അറിയില്ല എന്ന് കേട്ടു. ബോട്ടൊക്കെ പോകുന്നുണ്ട്. അത് സിദ്ധുവിന് വലിയ ഇഷ്ടമായതാ. ചെറിയ ബോട്ടുകളാണ് അത്. ബന്ധന ബോട്ട് ചെറുത്. അതിലൊക്കെ മുമ്പ് കിളി പൂട്ടോ സിദ്ധു. ഉണ്ട് വെട്ടുകല്ല് പോലത്തെ. ഞാനിത് ഈ വീഡിയോ ഇങ്ങനെ സാധനം ക്യാപ്ചർ ചെയ്യുന്നത്. കം സിദ്ധു, എല്ലാ തലകളും വരും. രാമചേട്ടാ എവിടെ? വാ, ഇത് അടിപൊളിയില്ലേ? ആയിട്ടുള്ളൊരു വ്യൂ ആണ് ഇത്. ഇങ്ങനെ ഇങ്ങനെ. പക്ഷെ സിദ്ധാർത്ഥ് സമ്മതിക്കുന്നില്ല. അവന്റെ ക്യാമറ നല്ലതെന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് സമ്മതിക്കുന്നില്ല. ഇറ്റ്സ് ഓൾസോ ഗുഡ് റൈറ്റ്. നീയാണോ ഗുരുഡ? അടിപൊളി. വെക്കേഷൻ വന്നപ്പോൾ കണ്ണൂരൊന്നും പറയില്ലേ, ഇവിടെ 2 ആൾക്കാരെ കാണിച്ചിട്ടുണ്ട്. അല്ല, ഒരു ടീം മൊത്തം ഉണ്ട്. ഇതൊക്കെ അതെ ആ കൊച്ചു കുഞ്ഞിനെ കൊണ്ട് സെൽഫി എടുത്ത് പഠിപ്പിക്കുന്നത്. അപ്പം ഞാനത് പേടിപ്പിച്ച് സെൽഫി എടുത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളത് ഈ ഒരു ഏരിയ കവർ ചെയ്ത് ഇപ്പം അടുത്ത ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു ഏരിയ മൊത്തം കവർ ചെയ്തതാണ്. അവരെല്ലാം വന്നിട്ടുള്ള നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ വന്നപ്പോൾ എനിക്കിഷ്ടമായിട്ടുള്ള കാര്യം ഓൾമോസ്റ്റ് അവിടുത്തെ കേട്ടിട്ടുണ്ട്. ഫീഡിങ് റൂംസ്, ബേബി ഫീഡിങ്, അമ്മമാർ വന്ന കുട്ടികൾ കുട്ടികളുടെ ഇവിടെ ഫോട്ടോഷൂട്ട്
ഇവിടെയാണ് കേട്ടോ കുതിരാലയം. ഇത് കുതിരനെ കിട്ടുന്ന എന്ന് പറഞ്ഞു. ഇതിൻ്റെ അകത്ത് പോയ കുതിരയും കാണാൻ കുതിരാലയം. ക്ലിയർ ആണോ? എല്ലാം ക്ലിയറാ. ക്ലിയർ അല്ല? ഏയ് കുതിരാലയത്തേക്ക് ആൾക്കാർ കയറി പോകുന്നു. സിദ്ധാർത്ഥ അതിൽ രാമശേട്ടതിൽ കയറുന്നു. ഭയങ്കര എക്കോട്ടോ ഇതിൻ്റെ. വാവ്, നഷ്ടമായ സുരേഷ് ഗോപിന്റെ സീൻ. ഇവിടെയാണ് കുതിരയെ കെട്ടുന്നതെന്നാണ് പറഞ്ഞത്. ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇതിൽ കാണാൻ. നല്ല ഭയങ്കര അക്കൗണ്ട് ഇവിടെ ഇതിനുള്ളില്. ഈ ഒരു വ്ളോഗ് എനിക്ക് തോന്നുന്നില്ല ഒരു 10 മിനിറ്റ്സിൽ അവസാനിപ്പിക്കാൻ പറ്റുന്നു. അച്ഛോ അയ്യോ, ഏതൊരു ചെറിയ പിടുങ്ങ് എൻ്റെ കൂടെ വന്നിട്ടുണ്ട് ഇവിടെ. ഇതിലൊക്കെ വിടല്ലേ അച്ഛോ. ആൾക്കാരൊക്കെ മുകളിലൊക്കെ ഉണ്ട് കേട്ടോ, കുട്ടികളൊക്കെ ആയിട്ട്. ജയിലാണല്ലേ? ഒന്നും കാണുന്നില്ലേ? എൻ്റെ ഇപ്പുറത്ത് തന്നെ നമ്മൾ നേരത്തെ വന്ന് കണ്ട് കുതിരാലയം ഉണ്ട് ഇവിടെ. കുറേ ആൾക്കാർ കപ്പിൾസായിട്ടൊക്കെ വരുന്നുണ്ട്. തൃശ്ശൂരൊന്നും ഇല്ല, നന്നായി. നമ്മുടെ പിള്ളേരൊക്കെ അവിടെ ഉണ്ടായനല്ലേ സിദ്ധാർത്ഥ്? പക്ഷെ പണ്ട് എൻ്റെ അച്ഛൻ്റെ തറവാട്ടിൽ കുറേ അച്ഛങ്ങന്മാരോ നല്ല വൃത്തിക്ക് ഓരോ ഷേപ്പിലൊക്കെ എത്തുമായിരുന്നു. ഒരു ചെറുപ്പ കുറുമ്പായിരുന്നു അതൊക്കെ. ഇത് വെട്ടുകലിൻ്റെ അല്ലേ? ഇത് കൂടെ വന്ന യെസ്, സൂര്യനാടാ അസ്തമിക്കാൻ പോവാ.